ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളെ SMC കോഴ്സിൻ്റെ അടുത്ത കണ്ടന്റിലോട്ട് കടക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ എല്ലാ കാര്യവും പഠിച്ച് കാണും ഇതോടൊപ്പം. ആൻഡ് നിങ്ങൾക്ക് ഒരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രക്ചറിൻ്റെ രീതിക്ക് അനലൈസ് ചെയ്യാൻ എല്ലാം കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് കഴിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണരുത്. വീണ്ടും മാർക്കറ്റ് സ്ട്രക്ചർ മുഴുവനും കണ്ട് അത് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഈ വീഡിയോയിലോട്ട് വരിക. ഓക്കെ, സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഈ കോഴ്സിലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. റൈറ്റ്. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡിലെ നമ്മൾ ആദ്യം ഒരു എന്താ പറയുക ഇൻട്രൊഡക്ഷൻ പോലെ അല്ലെങ്കിൽ ആ ലോജിക് എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് പോകുന്നതോറും ഈ സപ്ലൈ ഡിമാൻഡ് സോണുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, എന്തൊക്കെയാണ് റൂൾസ് എന്നുള്ള കാര്യം പഠിക്കും. ഓക്കെ, സോ ഈ വീഡിയോ ലോജിക്കിനെ പറ്റിയാണ്, സപ്ലൈ ഡിമാൻഡിന്റെ. ഓക്കെ, സോ ഹെഡിങ് പോലെയാണ്. റൈറ്റ്. സോ സപ്ലൈ ഡിമാൻഡിന്റെ ലോജിക് എന്താണ്, വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ലെയ്മാൻ ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങളിപ്പം ഈ ചാർട്ടിൽ കാണുന്ന രണ്ട് ഇമേജസ് ഉണ്ട്. ഇതിനെപ്പറ്റിയൊന്നും ഇപ്പം നോക്കണ്ട. ഞാനിപ്പോൾ ഒരു നോർമൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യം പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇമേജസിലോട്ട് വരാം. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടും. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ഡ്രസ്സ് ഷോപ്പിലോട്ട് പോവാണ്. സപ്പോസ് നമ്മളൊരു ടീഷർട്ട് മേടിക്കാൻ പോവാണ്. ഓക്കെ, ആൻഡ് ഓബിയസ്ലി നമ്മളിപ്പം കടക്കാരന് ഒരു 300 രൂപ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ചെയ്യാൻ നോക്കും അല്ലേ. നമ്മൾ പറയും ചേട്ടാ 300 രൂപ തരാൻ പറ്റത്തില്ല, 250 രൂപ തരാം. നമ്മളവിടെ എന്താണ് ചെയ്യുന്നത്, ഒരു 50 രൂപ കുറച്ച് നമുക്കിത് മേടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ടെസ്റ്റ് ചെയ്യണം അല്ലേ. ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുമോ? എന്തുകൊണ്ട്? കാരണം നമ്മൾ ഇത് മേടിക്കാൻ പോകുന്ന ആളാണ്, നമ്മളിവിടെ ബയ്യറാണ് അല്ലേ. സോ ഒരു ബയ്യറിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കുറഞ്ഞ റേറ്റിന് മേടിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ലാഭമുള്ളൂ അല്ലെ. എത്രത്തോളം ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ലാഭമാണ് അതെ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഡിസ്കൗണ്ട് തപ്പിപ്പോകുന്നത് അല്ലെ. നമ്മൾ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള സെയിലുണ്ട്, ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബയ്യർ ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ആവും. നിങ്ങൾ മാർക്കറ്റിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അല്ലെ, ഡിസ്കൗണ്ടഡ് പ്രൈസിന് മേടിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വിൽക്കുന്ന ആളുടെ സൈഡിൽ ചിന്തിക്കാം, ഷോപ്പ് കീപ്പറിന്റെ സൈഡിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഷർട്ട് വിൽക്കുന്ന ആൾ ഓബിയസ്ലി എത്രമാത്രം കസ്റ്റമറിനെ ദിവസം കാണുന്നുണ്ടായിരിക്കും അല്ലെ. ഇതുപോലെ തന്നെ റേറ്റ് കുറച്ച് വിൽക്കാൻ അല്ലെങ്കിൽ കുറച്ച് മേടിക്കാൻ വരുന്ന ആൾക്കാർ എത്രത്തോളം കാണും അല്ലെ. സോ ഓബിയസ്ലി ഷോപ്പ് കീപ്പർ എന്തേ ചെയ്യത്തുള്ളൂ, വില കൂട്ടിയേ പറയത്തുള്ളൂ അല്ലെ. പുള്ളിക്കാരൻ ചിലപ്പോൾ ഷർട്ട് കിട്ടിയ വില ഒരു 100 രൂപ ആയിരിക്കും, പുള്ളിക്കാരൻ ഇത് 300 രൂപയിൽ പറയുന്നതാണ്. എന്തുകൊണ്ട്? കാരണം ഒരു സെല്ലറിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പം കൂടിയ റേറ്റിന് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ലാഭമുള്ളൂ അല്ലെ. ഈ കൺസെപ്റ്റിനെ തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവരും. നിങ്ങൾ പല പല സ്ഥലങ്ങളിൽ ഇത് കേട്ടിട്ടുണ്ടാവും, ബൈ ലോ സെൽ ഹൈ എന്ന് പറയുന്നത്. കറക്റ്റ്. അത് ഈ സപ്ലൈ ഡിമാൻഡിൽ വരുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി മനസ്സിലാവും. ആ ലോജിക്ക് നമ്മളെ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അൽഗോറിതങ്ങളെല്ലാം പോകുന്നതും ആ ഒരു പ്രൈസിങ്ങിന്റെ രീതിക്കാണ് അല്ലെ. അവരും ഡിസ്കൗണ്ടിൽ തന്നെ മേടിക്കാനും ഹയസ്റ്റ് പ്രൈസിൽ, അതായത് നമ്മളിവിടെ പ്രീമിയം എന്നാണ് അതിനെ വേർഡിനെ പറയാ, ഡിസ്കൗണ്ടിൽ മേടിക്കും, പ്രീമിയത്തിൽ വിൽക്കും. ഓക്കെ, കൂടിയ റേറ്റിന് നമ്മൾ വിൽക്കുന്നതിന് പ്രീമിയത്തിൽ വിൽക്കുക എന്ന് പറയാം. ആ ഒരു കാര്യം ഈ മാർക്കറ്റിൽ വളരെ രീതിക്ക് പ്രവലന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാ സൈഡിലും അത് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ സപ്ലൈ ഡിമാൻഡിന്റെ കാര്യത്തിൽ വരുമ്പം ഇത് മാർക്കറ്റിൽ നടക്കും. ഓക്കെ, നമുക്കിപ്പോൾ ലെഫ്റ്റിലുള്ള ഈ ഇമേജ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ സപ്പോസ് നമുക്ക് ഈ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം, ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, നമ്മളെപ്പോലെ അല്ല വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് ഒരു ഓർഡർ ബുക്ക് ഓൾറെഡി കാണും. അതായത് ഈ ബാങ്കുകൾക്കൊക്കെ ഓൾറെഡി അറിയാം എന്ത് ഓർഡർ ഏത് പ്രൈസ് പോയിന്റിൽ കിടക്കുന്നു എന്നുള്ള കാര്യം, എണ്ണത്തിന്റെ കാര്യം അവർക്ക് ഓൾറെഡി അറിയാം. സോ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടെ എല്ലാം പ്രൈസ് പോയിന്റ് കൊടുക്കാം. ഇപ്പൊ ഈ തുടങ്ങിയ സ്ഥലം നമുക്ക് ഈ ഒരു പോയിന്റ് നോക്കാം. ഇത് ലെറ്റ്സ് ഇതൊരു എന്താ പറയാ ഒരു $300 ഏരിയ ആണെന്ന് വിചാരിച്ചു. $300 ആ ലെഫ്റ്റിലുള്ള ആ പീക്ക് പോയിന്റ്. ഓക്കെ, ആൻഡ് ഈ നിൽക്കുന്ന പീക്ക് പോയിന്റ് ഒരു $500 ആണെന്ന് വിചാരിച്ചു. $500 ആ പീക്ക് പോയിന്റ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓൾറെഡി അറിയാം ഈ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു $80 കൊടുക്കാം. ഓക്കെ, ഇതാണ് $80 മാർക്കാണ് ഇവിടെ എന്ന് വിചാരിച്ചു. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ $300 അവിടെ നിൽക്കുമ്പോഴേ അവർക്കറിയാം ഈ $80 അവിടെ അവർക്ക് മേടിക്കാനുള്ള പൊസിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് മേടിക്കാനായിട്ട് ഇവിടെ ആൾക്കാർ വിൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടെന്ന് അറിയാം. സോ ലെറ്റ്സ് സേ ഈ $80 അവിടെ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. ഓക്കെ, ലെറ്റ്സ് സേ ഇവിടെ ഒരു 10 ലക്ഷം സെല്ലേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു $80 എന്നുള്ള മാർക്കിൽ. അതേസമയം അവർക്ക് ഇതും അറിയാം ഈ $500 എന്നുള്ള സ്ഥലത്ത് ഏകദേശം ഒരു 8 ലക്ഷം ബയേഴ്സ് ഉണ്ടെന്ന് അറിയാം, മേടിക്കാൻ ആൾക്കാർ തയ്യാറായിട്ടുണ്ടെന്നും അറിയാം.
ഈ ഡേറ്റ കോമണറായ അല്ലെങ്കിൽ ലേമാന് കിട്ടത്തില്ല. ഓക്കെ, ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനുണ്ട് ഉള്ള ഡേറ്റയാണ്. ബാങ്കുകളിൽ അവർക്കുള്ള ഡേറ്റയാണ്. അവർക്ക് ഓർഡർ ബുക്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമുക്ക് എല്ലാ ഡേറ്റയും കിട്ടത്തില്ല. ഓക്കെ, ഈ മാർക്കറ്റ് ഓൾറെഡി മാനിപ്പുലേറ്റഡ് ആണ്, അത് നമുക്ക് പറയേണ്ട കാര്യമേ ഇല്ല. പക്ഷെ നമ്മൾ മാക്സിമം അതിനെ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഡിമാൻഡിന്റെ ലോജിക്ക്. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മേടിക്കാനാണ് പോകുന്നത്. ഓക്കെ, നമ്മളെ എൻഡ് പ്രോഡക്റ്റ് മേടിക്കലാണ്. ഡിമാൻഡ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യാൻ പോവാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ ആ ലോജിക്ക് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ടിലേ മേടിക്കത്തുള്ളൂ, കുറഞ്ഞ റേറ്റിന് മേടിക്കണം അല്ലേ. സോ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ $300 നിൽക്കുന്ന സമയം അവർക്ക് ഓൾറെഡി അറിയാം $80 10 ലക്ഷം ആൾക്കാരെ വിൽക്കാൻ തയ്യാറാണ്. അവർക്ക് മേടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെ. പക്ഷേ ഈ $300 നിന്ന് $80 വരെ കൊണ്ടുവരേണ്ടി വരും പ്രൈസിന്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? മാർക്കറ്റിൽ അവർക്ക് തന്നെ മാർക്കറ്റിൽ വിൽക്കേണ്ടി വരും. ഈ $300 നിന്ന് പ്രൈസിനെ ഇടിച്ച് കൊണ്ടുവരേണ്ടി വരും. സോ അവരെന്ത് ചെയ്യും? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് $300 അവർ ഇടിക്കും. ചില $300 അവരൊന്ന് 280 വരെ കൊണ്ടുവരും അല്ലെ. അത് തികയത്തില്ല, വീണ്ടും മാർക്കറ്റ് വിൽക്കാൻ തുടങ്ങും. ഒന്ന് മുകളിൽ പോകും. ഈ മുകളിൽ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പിന്നെ സംസാരിക്കാം. പക്ഷെ ഇപ്പം നമ്മൾ ഈ 80 നമുക്ക് എത്തേണ്ടത് അല്ലെ. സോ ആ 80 എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാങ്ക്സിനൊക്കെ വിൽക്കേണ്ടി വരും. കാരണം അവർക്ക് ആ പ്രൈസ് പോയിന്റിൽ എത്തിയാലേ ലാഭത്തിന് മേടിക്കാൻ പറ്റൂ. അവരുടെ ഉദ്ദേശമേ മേടിക്കലാണ്. നിങ്ങളത് മനസ്സിലാക്കുക. എന്റെ പ്രോഡക്റ്റ് ഇവിടെ മേടിക്കുക എന്നുള്ളതാണ് അല്ലെ. പക്ഷെ അവരെന്ത് ചെയ്യണം? മേടിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ കാശോട്ട് വരാൻ വേണ്ടി സെല്ല് എടുത്തുകൊണ്ടിരിക്കണം. ആദ്യത്തെ സെല്ല്, വീണ്ടും സെല്ല്, വീണ്ടും സെല്ല്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സെല്ല് ഓർഡേഴ്സ് ആണ് ആദ്യം പ്ലേസ് ചെയ്യുക. എന്തിനു വേണ്ടി? ആ ലോവസ്റ്റ് പ്രൈസ് മേടിക്കാം അല്ലെ. 280 നമ്മൾ ചിലപ്പം 180 100 അല്ലെ. അവസാനം നമ്മൾ 80 എന്നുള്ള പോയിന്റ് എത്തും. ആ 80 എന്നുള്ള പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇനി വിൽക്കേണ്ട കാര്യമില്ല. കാരണം 80 എന്നുള്ള പോയിന്റിൽ തന്നെ 10 ലക്ഷം ആൾക്കാർ വിൽക്കാൻ തയ്യാറായിട്ടുണ്ട്. നമ്മൾ മേടിക്കാൻ തയ്യാറാണെങ്കിൽ ഓബിയസ്ലി 300 നിന്ന് 80 വരെ കൊണ്ടുവന്നില്ലേ, നല്ല ലാഭത്തിലാണല്ലോ നമ്മൾ മേടിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നമ്മൾ ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ തുടങ്ങും. നമ്മളെ ഉദ്ദേശമേ അതായിരുന്നു അല്ലേ. എന്നിട്ട് മാർക്കറ്റിന് എവിടെ കൊണ്ടുപോകും? അവർക്കറിയാം അടുത്ത പ്രൈസ് പോയിന്റ് എവിടെയാണ് ആൾക്കാർ നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കാൻ തയ്യാറെവിടെയാണ്. കാരണം നമ്മളിപ്പോ ബയറാണ്. ഇവിടെ ഈ $80 എന്നുള്ള സ്ഥലത്ത് നമ്മൾ മേടിച്ച് കൂട്ടുകയാണ്. എന്നിട്ട് നമുക്ക് എവിടെ വിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്? $500 നമുക്ക് വിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് മേടിച്ചിട്ട് കൂടിയ കാശിന് വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കി കൂടെ. അത് തന്നെയാണ് ഈ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യും? $80 എന്നുള്ള കണക്കിന് അവരെ മേടിച്ച് കൂട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? 500 പോയിട്ട് അവരെന്ത് ചെയ്യും? അവർ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഈ ഒരു സൈക്കിളാണ് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ നടക്കുക. ഇത് എന്താ പറയാ, ആക്ച്വൽ എൻഡ് പ്രോഡക്റ്റിന്റെ സൈക്കിൾ. പക്ഷെ ഇതിന്റെ ബാക്ക് എൻഡിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്ക് അതിലോട്ട് കിടക്കാം. സോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ 80 വന്നിട്ട് ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മാർക്കറ്റ് ഇട്ട എല്ലാം സെൽ ഓർഡേഴ്സാണ് അല്ലെ. സെൽ ഓർഡേഴ്സ് ഇടുന്നുണ്ട്, ബൈ ഓർഡേഴ്സ് ഇടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹൈയും ലോയും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ $300 കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബൈ ഓർഡറാണ് പ്ലേസ് ആയത്. കാരണം അവിടെ ഉണ്ടായ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഹൈ സ്ട്രക്ചറിലൂടെ രീതിക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ലോ ആണ് ഉണ്ടായത്. ലോ എന്ന് പറയാൻ നമുക്കറിയാം ബയേഴ്സ് ആണ് അവിടെ ഉണ്ടാവുക അല്ലെ. സോ സ്മാർട്ട് മണിയുടെ രീതിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ബൈ ചെയ്തു, ഇവിടെ സെല് ചെയ്തു, വീണ്ടും ബൈ ചെയ്യുന്നു, വീണ്ടും സെല് ചെയ്യുന്നു, വീണ്ടും ബൈ ചെയ്യുന്നു, വീണ്ടും സെല് ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ മാർക്കറ്റിൽ. ഈ രണ്ട് ട്രേഡ് ഇടുന്നതും ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലെ. നമ്മൾ ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഈ ബൈയും സെല്ലും ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ശരി ഈ സെല്ല് ഇടുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായി, സെല്ല് ഇടുന്നത് 80 എത്താനാണ്. പക്ഷെ ഈ ബൈ എന്തിനാണ് എടുക്കുന്നത്? അവിടെയാണ് സ്മാർട്ട് മണിയുടെ മാനിപ്പുലേഷൻ നടക്കുക. ഓക്കെ, സ്മാർട്ട് മണി എപ്പോഴും നോക്കുക ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാരെ എങ്ങനെ ട്രാപ്പ് ചെയ്യാനാണ്, അവരുടെ ലിക്വിഡിറ്റി എങ്ങനെ എടുക്കാം. ലിക്വിഡിറ്റിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പഠിക്കും. എന്നാൽ ഈ ബൈയിങ് നമ്മൾ ചെയ്യുന്നത് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യാനാണ്. ഓക്കെ, കാരണം എന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ ഒരു നോർമൽ റീറ്റെയിൽ പെർസ്പെക്റ്റീവ് ചിന്തിക്കുകയാണെങ്കിൽ മുകളിലോട്ട് പോകുന്ന ഒരു കാര്യം കാണുമ്പോൾ ഇതൊന്നും പഠിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ തോന്നും? അയ്യോ ഇത് മിസ്സായി പോകുന്നു, എനിക്ക് ഇതിൽ കയറി പറ്റിയേ പറ്റൂ. എന്ത് ചെയ്യാൻ തുടങ്ങും? മേടിച്ച് കൂട്ടാൻ തുടങ്ങും അല്ലെ. ഈ റീറ്റെയിൽ ട്രേഡേഴ്സ് ചെയ്യുന്ന മെയിൻ മിസ്റ്റേക്ക് ആണ്. അവർ മൊമെന്റം കണ്ട് ട്രേഡ് ചെയ്യും, അവർ കാര്യം മനസ്സിലാകത്തില്ല. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങും? അവർ ഈ പൊസിഷൻ ഇത് കാണുമ്പോൾ അവർ മേടിച്ച് കൂട്ടാൻ തുടങ്ങും. സ്റ്റോപ്പ് ലോസുകളൊക്കെ എവിടെ ആയിരിക്കും വെക്കുക? അവർ എക്സിറ്റ് പോയിന്റ് ഒക്കെ ഈ ലോഡ് താഴെ ആയിരിക്കും വെക്കുക. നമ്മളെ ഈ വിൽപ്പനയിൽ എന്ത് പറ്റും? അവരെ അങ്ങ് ക്ലിയർ ആക്കും, അവരുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ അടുപ്പിക്കും. കാരണം അവരെ നിഗമനം ഇത് ചിലപ്പോൾ ഈ കാര്യം നടക്കുന്നത്, ഈ ഡിമാൻഡ് എന്നുള്ള കാര്യം ഫോം ചെയ്യുന്ന ഏതെങ്കിലും സപ്പോർട്ടിന്റെ ഏരിയയിലായിരിക്കും. നിങ്ങൾക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസിനെ പറ്റി അറിയാമെങ്കിൽ ഇങ്ങനെ ഒരു ഏരിയയിലേക്കായിരിക്കും നടക്കുക.
അപ്പൊ അവരുടെ എക്സ്പെക്ടേഷൻ കറക്റ്റ് ആണ്. ഇത് മുകളിൽ പോകുന്നത് എക്സ്പെക്ടേഷൻ അവർക്ക് ഉണ്ടായിരിക്കും. ചില സമയം നിഗമനം കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മുമ്പ് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കാം, ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് പ്രൈസ് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ പോകും. അതിന്റെ റീസൺ ഇതാണ്. ഓക്കെ, കാരണം അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാരെ എപ്പോഴും ട്രാപ്പ് ചെയ്തിട്ട് അവരെ പുറത്ത് തള്ളിയിട്ടായിരിക്കും അവർ പോവാം. അതങ്ങനെയാണ് ഈ മാർക്കറ്റിന്റെ അൽഗോറിതംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യും, ഈ ബൈകളൊക്കെ എടുക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബൈ എടുക്കുന്നത് നമ്മളാണ്, സെൽ എടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അതായത് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മളെ കരുതുകയാണ്. ഓക്കെ, നമ്മൾ തന്നെയാണ് ഈ ബൈയും സെല്ലും എടുക്കുന്നത്. നമുക്ക് ഈ പൊസിഷൻസ് ഒക്കെ ക്ലോസ് ചെയ്യണമെന്നുള്ള ഒരു എന്താ പറയുക ഇതുമില്ല. നമുക്ക് ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്യേണ്ട, കാരണം ഇത് നമ്മളെ ഓർഡേഴ്സ് ആണ്. നമുക്ക് തോന്നുന്ന സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് വെക്കാം, തോന്നുന്ന സ്ഥലത്ത് ടാർഗറ്റും വെക്കാം. കാരണം ഈ മാർക്കറ്റിൽ ഏറ്റവും കാശുകാരൻ നമ്മളാണ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെ? അപ്പൊ ഈ ബൈ ഓർഡർ ഇട്ടത് ഞാനാണ്. എന്തിനാണ് ഇട്ടത്? ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ. സെൽ ഓർഡർ ഇട്ടുന്നത് ഞാൻ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ ഉണ്ടായ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യാനും പ്ലസ് എനിക്ക് എന്റെ ലോവസ്റ്റ് പോയിന്റിൽ എത്തുകയും ചെയ്യണം. ഈ പ്രോസസ്സ് ഞാൻ ഡിമാൻഡ് ഉണ്ടാകുന്ന സമയം റിപ്പീറ്റ് ചെയ്യണം, അല്ലെ? ബയേഴ്സിനെ കൊണ്ടുവരുന്നു, അവരെടുത്ത് വെളി കളയുന്നു, സെൽ ഓർഡേഴ്സ് ഇടുന്നു. വീണ്ടും ഞാൻ ബൈ എടുക്കുന്നു, സെല്ല് ചെയ്യുന്നു, ആ ബയേഴ്സിനെ വെളി കളയുന്നു. വീണ്ടും ഞാൻ ബയേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, സെല്ല് ചെയ്യുന്നു, അല്ലേ? പക്ഷെ ഈ പോയിന്റ് ഓഫ് ടൈം ബയേഴ്സ് എല്ലാവരുടെയും കാര്യത്തിൽ തീരുമാനമാകും. കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആൻഡ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ എന്റെ ബൈ ഓർഡേഴ്സ് ഒന്നും ക്ലോസ് ചെയ്യുന്നില്ല. എനിക്ക് നഷ്ടമായിരിക്കും ചിലപ്പോൾ. ഇപ്പൊ ഈ എടുത്ത ബൈ അല്ല, ഞാൻ എടുത്ത ബൈ തന്നെയാണ്. എനിക്ക് ഈ ബൈ ഒക്കെ ചിലപ്പോൾ ഈ 80 നിൽക്കുമ്പോൾ നഷ്ടത്തിൽ തന്നെ ആയിരിക്കും എന്റെ ഈ ബൈകളൊക്കെ, അല്ലേ? കാരണം ബൈ ഓർഡേഴ്സ് ആണ് ഞാൻ എടുക്കുന്നത്. ബൈ ഓർഡറിൽ നമുക്ക് ലാഭം ഉണ്ടാക്കണം, എവിടെ തന്നെ പോകണം? മുകളിൽ തന്നെ പോകണം. പക്ഷെ ഈ ബൈ ഓർഡേഴ്സ് ഒക്കെ ഈ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഈ 80 എത്തിയെന്ന് വിചാരിച്ചു, നഷ്ടത്തിൽ തന്നെ ആയിരിക്കും. പക്ഷെ എനിക്ക് ആ നഷ്ടം സഹിക്കാം. കാരണം എനിക്ക് എന്റെ റിസൾട്ട് എന്താണ് നടക്കാൻ പോകുന്നത് എനിക്കറിയാം. കാരണം ഈ മാർക്കറ്റ് റണ്ണ് ചെയ്യുന്നത് ഞാനാണ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട്. മനസ്സിലായില്ലേ? ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഒരാളായിട്ട് കരുതുക, ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരാൾ, ഒരൊറ്റ ആളാണ് ഈ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ആ രീതിയിൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ആൾ എന്ത് ചെയ്യണം? ആ ആളാണ് ഇപ്പൊ കൺട്രോൾ ചെയ്ത് പ്രൈസിനെ ഇതുവരെ കൊണ്ടുവന്നത്. ആ ആളുടെ കയ്യിൽ കാശുണ്ട്. ആളിനറിയാം 80 500 വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കാം, അല്ലെ? ഈ ബൈ എല്ലാം ആൾക്കറിയാം, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ബൈ എല്ലാം പ്രോഫിറ്റിലാവും. അതല്ലേ സംഭവിച്ചത്? നിങ്ങളിപ്പോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 80 വന്നു, അവസാനത്തെ സെൽ 80 എന്നിട്ട് നമ്മൾ മേടിച്ച് കൂട്ടുകയാണ് ചെയ്തത്. മേടിച്ച് കൂട്ടിയപ്പോൾ എന്ത് പറ്റി? ഈ ബൈ മാത്രമല്ല നമ്മൾ ലാഭം ഉണ്ടാക്കിയ, ഈ ബൈയിലും ലാഭം ഉണ്ടാക്കി, ഈ ബൈയിലും ലാഭം ഉണ്ടാക്കി, ഈ ബൈയിലും ലാഭം ഉണ്ടാക്കി. കാരണം നമ്മൾ അതൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല. എല്ലാ ബൈ പൊസിഷൻസും ഉണ്ടായി, നമ്മൾ പ്രോഫിറ്റിലായി. ഇങ്ങനെയാണ് സ്മാർട്ട് മണി വർക്ക് ചെയ്യുക. അവരിങ്ങനെ എങ്ങനെയായിരിക്കും അവർ പോവുക? പക്ഷേ അതേസമയം നമുക്ക് ചോദിക്കാം, ശരി ബൈ ഓർഡേഴ്സ് എല്ലാം പ്രോഫിറ്റിലായി, പക്ഷേ ഈ എടുത്ത സെല്ലുകളോ? അത് നഷ്ടത്തിലായിരിക്കത്തില്ലേ? ഈ സെല്ല് നഷ്ടത്തിലായിരിക്കും, ഈ സെല്ല് നഷ്ടത്തിലായിരിക്കും, ഈ സെല്ല് നഷ്ടത്തിലായിരിക്കും. കാരണം എന്തുകൊണ്ട്? ഈ സെല്ലുകൾ എടുത്തത് ഇവിടെ വരാനായിരുന്നു. അപ്പൊ ഈ ബൈ ഓർഡർ പ്ലേസ് ആയപ്പം ഈ സെല്ലൊന്നും ചിലപ്പോൾ നമുക്ക് സമയത്ത് ക്ലോസ് ചെയ്യാൻ പറ്റി കാണത്തില്ല, അല്ലെ? നഷ്ടത്തിൽ എന്തായാലും ക്ലോസ് ചെയ്യത്തുമില്ല സ്മാർട്ട് മണി. ഓക്കെ, സോ എന്ത് ചെയ്യും അവർ ഈ സെല്ലിന്റെ നഷ്ടം നികത്താൻ ഇനി വരും. അവിടെയാണ് നമ്മൾ മിറ്റിഗേഷൻ എന്നുള്ള കാര്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ ഈ പ്രോസസ്സാണ് നടക്കുക. ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ആദ്യം നടക്കാൻ പോകുന്നത്, എന്റെ റിസൾട്ട് ഡിമാൻഡിന്റെ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യത്തിലുള്ളൂ. ആദ്യം നടക്കാൻ പോകുന്ന സെല്ലാണ് ആ ലോ പ്രൈസിന് മേടിക്കാൻ. പക്ഷെ ഈ സെല്ലിൽ തന്നെ ഒരുപാട് ബൈസും കാണും. എന്തിനു വേണ്ടിയിട്ട്? ട്രാപ്പ് ചെയ്യാനായിട്ട് ബയേഴ്സിന്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും രണ്ടുപേരും ട്രാപ്പ് ആവുന്നുണ്ട്. ഓക്കെ, ഈ സെല്ല് കണ്ടുവരുന്ന ആൾക്കാരും കാണും. അവർക്ക് പക്ഷെ അറിഞ്ഞൂടാ ഈ സെല്ലെല്ലാം മേടിക്കാനാണെന്ന്. ഇത് കണ്ടുവരുന്ന അൽഗോരിതങ്ങളുണ്ട്, ഡം ആയിട്ടുള്ള അൽഗോരിതങ്ങളും ഉണ്ട്, സ്മാർട്ട് ആയിട്ടുള്ള അൽഗോരിതങ്ങളും ഉണ്ട്. ഈ മാർക്കറ്റിൽ രണ്ട് പ്ലേയേഴ്സും ഉണ്ട്. ഓക്കെ, ഡം ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ബൈയിൽ ആദ്യം ട്രാപ്പ് ആയതും ഈ സെല്ലിൽ ട്രാപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അറിഞ്ഞൂടാ എന്റെ പ്രോഡക്റ്റ് മുകളിലോട്ടാണ് പോകാൻ പോകുന്നത്. അവർക്ക് അറിയത്തില്ല. ഇത് മാനിപ്പുലേറ്റ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനെ അറിയാവുള്ളൂ ഇത് മുകളിലോട്ടാണ് പോകാൻ പോകുന്നത്. എല്ലാവർക്കും ആ ഇൻഫർമേഷൻ ഇല്ല. അവിടെയാണ് ഈ മാനിപ്പുലേഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഈ സെല്ലെടുത്തവർ എന്ത് പറ്റും? അവരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. കാരണം നമ്മൾ ഈ മാർക്കറ്റിന്റെ മുകളിൽ കൊണ്ടുപോകാൻ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ബൈ ഓർഡർ ക്ലോസ് ചെയ്യാണ്ട് ഹോൾഡ് ചെയ്തത്, അതുപോലെ നമുക്ക് ഈ സെൽ ഓർഡേഴ്സും ക്ലോസ് ചെയ്യാണ്ട് ഹോൾഡ് ചെയ്യാം. കാരണം ഇട്ടതേ നമ്മളാണ്. നമുക്ക് കാശുണ്ട്, മാർക്കറ്റിനെ എവിടെ നിന്ന് എവിടെ വേണോ കൊണ്ടുപോകാം, അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ നഷ്ടം നികത്താം. നമുക്ക് ഫ്യൂച്ചറിലാണെങ്കിൽ നമ്മളത് നികത്താൻ വരികയും ചെയ്യും. ആ പ്രോസസ്സിനാണ് നമ്മൾ മിറ്റിഗേഷൻ എന്ന് പറയാം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, നമ്മൾ തീരുമാനിക്കുന്നു നമ്മൾ ഈ സെൽ ഓർഡേഴ്സ് എല്ലാം നമുക്ക് ക്ലോസ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ബ്രേക്ക് ഈവൻ, അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? മാർക്കറ്റിനെ താഴോട്ട് വീണ്ടും സെല്ല് ചെയ്താൽ മതി. ഈ സെല്ല് പക്ഷെ എന്തിനാണ്? ഈ സെല്ല് നമ്മൾ എടുക്കുന്നത് ഈ നേരത്തെ ഉണ്ടായ സെല്ലുകളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനോ ബ്രേക്ക് ഈവനിൽ ക്ലോസ് ചെയ്യാനോ ആണ്. ഈ പ്രോസസ്സിന് നമ്മൾ മിറ്റിഗേഷൻ എന്ന് പറയും. മിറ്റിഗേഷൻ സ്പെല്ലിംഗ് ചെയ്താൽ ഓക്കെ, മിറ്റിഗേഷൻ. ഓക്കെ,
ഡിമാൻഡിന്റെ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിമാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് നഷ്ടത്തിൽ കിടക്കാൻ പോകുന്ന ഓർഡേഴ്സ് ആഫ്റ്റർ പ്രൈസിന്റെ ഹയർ പ്രൈസസ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ സെൽ ഓർഡേഴ്സ് ആണ് അല്ലേ. ഇവിടെ നഷ്ടം കിടക്കാൻ പോകുന്ന സെൽ ഓർഡറുകളിലായിരിക്കും ഡിമാൻഡ് സോണുകൾ. നിങ്ങളിത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഡിമാൻഡ് സോണിൽ എന്താണ് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഓർഡേഴ്സ് ആണ് നഷ്ടം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് നഷ്ടമാണ്. ഓക്കെ, ആ നഷ്ടം നികത്താൻ തിരിച്ച് പൈസ വരുന്നതിനെ നമ്മൾ മിറ്റിഗേഷൻ എന്ന് വിളിക്കും. ഓൾറൈറ്റ്, ഇനി ഇതേ ലോജിക്ക് നമുക്ക് എന്ത് ചെയ്യാം, സപ്ലൈയുടെ കാര്യത്തിലും ആലോചിക്കാം. സപ്ലൈ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പം കടക്കാരനാണ്, നമ്മളെ ഉദ്ദേശം വിൽക്കാനാണ്, കൂടിയ റേറ്റിന് വിൽക്കണം അല്ലെ. തിരിച്ചായിരിക്കും അപ്പൊ ലോജിക്ക്. ഡിമാൻഡ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വിശ്വസിക്കുന്നു. ഡിമാൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ലോവസ്റ്റ് പ്രൈസിനെ മേടിക്കത്തുള്ളൂ. അപ്പൊ ആ ലോവസ്റ്റ് പ്രൈസിനെ മേടിക്കാനായിട്ട് നമുക്ക് സെൽ ഓർഡേഴ്സ് ഇടേണ്ടി വരും മാർക്കറ്റിൽ. പിന്നെ നമ്മൾ ബൈ ഓർഡേഴ്സ് എടുക്കുകയും ചെയ്യും. പക്ഷെ ആ ബൈ ഓർഡർ എടുക്കുന്ന സമയത്ത് എന്ത് പറ്റും, നമ്മളെ സെൽ ഓർഡേഴ്സ് ഒക്കെ നഷ്ടത്തിലായിരിക്കും. ആ നഷ്ടം നികത്താൻ വരേണ്ടി വരും. അതാണ് ഡിമാൻഡിന്റെ ലോജിക്ക്. ഓക്കെ, ഇത് എന്ന് വരും എപ്പോൾ വരും എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഒരു ലോജിക്ക് നമ്മൾ ചാർട്ടിൽ പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഇപ്പം പറഞ്ഞു തരുന്നത്. ഓക്കെ, സെയിം സപ്ലൈ വരുമ്പോൾ എന്താണ്, സപ്ലൈ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സപ്ലൈ നടക്കാൻ പോകുന്നതേ സെല്ലാണ്. നമ്മൾ വിൽക്കാനാണ് ഈ മാർക്കറ്റിൽ വരാൻ പോകുന്നതെന്ന്. പക്ഷെ നമ്മൾ കുറഞ്ഞ കാശിന് വിൽക്കോ കൂടിയ കാശിന് വിൽക്കോ, ഓബിയസ്ലി നമ്മൾ പ്രീമിയത്തിലെ വിൽക്കുമല്ലേ. പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ കാശിന് വിൽക്കാനാണ് നമ്മൾ നോക്കുക. ഓക്കെ, സോ എങ്ങനെ എത്തും നമ്മൾ പ്രീമിയത്തിലോട്ട്? പ്രീമിയത്തിൽ എത്തണമെങ്കിൽ നമുക്ക് എന്തായാലും മാർക്കറ്റ് എന്ത് ഓർഡേഴ്സ് തന്നെ ഇടേണ്ടി വരും, ബൈ ഓർഡേഴ്സ് ഇടേണ്ടി വരും അല്ലേ. സോ ലെറ്റ്സ് സേ ഇതിപ്പം ആ പറഞ്ഞ 80-ലാണ് ഈ നിൽക്കുന്നത്. ഓക്കെ, ആ ടോപ്പ് പൊസിഷൻ 500 ഇതെന്ന് ചോദിച്ചാൽ നിങ്ങൾ. ഓക്കെ, ആ 80-ന് 500 എത്തണ്ടേ, മാർക്കറ്റിൽ നമുക്ക് കൊണ്ടുപോകണ്ടേ. അപ്പൊ എങ്ങനെ കൊണ്ടുപോകും? ബൈ ഓർഡേഴ്സ് ഇടേണ്ടി വരും മാർക്കറ്റ് അല്ലേ. നമ്മൾ ബൈ എടുക്കുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബൈ മാത്രമല്ല, ഓപ്പോസിറ്റ് സെല്ലും എടുക്കുന്നു, വീണ്ടും ബൈ എടുക്കുന്നു, സെൽ എടുക്കുന്നു. പക്ഷെ ഈ സെല്ലിന്റെ ലോജിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം എന്തുകൊണ്ടാണ് സെൽ എടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യാനാണ്. നമ്മൾ ഇതിനെ ഇൻഡ്യൂസ് ചെയ്യാന്ന് പറയും, സെല്ലേഴ്സിനെ ഇൻഡ്യൂസ്മെന്റ് ചെയ്യുന്നു എന്ന് പറയും. ഓക്കെ, അവരെ ട്രാപ്പ് ചെയ്യണം, സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്നു, ബയേഴ്സിനെ കൊണ്ടുവരുന്നു അല്ലെ. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റീറ്റെയിൽ എന്ത് ചെയ്യും, ഇതൊക്കെ കണ്ടിട്ട് ഓക്കെ ഈ മാർക്കറ്റ് അങ്ങ് മുകളിൽ പോകുന്നൊക്കെയുള്ള നിഗമനം വെച്ച് അവരെന്ത് ചെയ്യാൻ തുടങ്ങും, എടുക്കാൻ തുടങ്ങും. പക്ഷെ നമുക്കേ അറിയാളൂ, ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ ഉദ്ദേശം ഇവിടെ വിൽക്കാനാണ്. അത് ഈ കൂട്ടർക്ക് അറിഞ്ഞൂടാ ഇവർ ഈ വരുമ്പോൾ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പ്രൈസ് പോയിന്റ് എത്തി. നമ്മളിവിടെ ഒരുപാട് ബൈ എടുത്ത് കൂട്ടിയിട്ടുണ്ട്, സെല്ലും എടുത്ത് കൂട്ടിയിട്ടുണ്ട് അല്ലെ. നമുക്ക് എത്തേണ്ട പോയിന്റ് ലെറ്റ്സ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും എത്തേണ്ട പോയിന്റ് അല്ലെ. നമുക്ക് ചിലപ്പോൾ $20 വരയ്ക്കും. ഞാൻ എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ കൂടിയ റേറ്റിന് വിൽക്കുകയാണ് ചെയ്യുന്നത്, ഷോർട്ട് സെല് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. വിറ്റാലും നമുക്ക് ഈ മാർക്കറ്റിൽ കാശ് ഉണ്ടാക്കാം. 500 എന്നുള്ള പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങും, മാർക്കറ്റിൽ വിറ്റ് തള്ളാൻ തുടങ്ങും. കാരണം ഇവിടെ ആര് കാണും, നമ്മളെ ഇന്ന് മേടിക്കാൻ ആള് കാണും. നമ്മളപ്പോൾ വിറ്റ് തള്ളാൻ തുടങ്ങും മാർക്കറ്റിൽ. വിറ്റ് നമ്മൾ എന്തെത്തും, നമ്മൾ ആ $20 പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അതായത് 500 നിന്ന് 20 വരെ എത്തിച്ചു. പക്ഷെ നമ്മൾ ആദ്യം സെല്ലാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ എന്താണ് പറ്റിയത്, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് ടൈം ഞാൻ എടുത്ത എല്ലാ സെല്ലും പ്രോഫിറ്റ് ആയി കാണും അല്ലെ. കാരണം ഞാൻ ഓർഡേഴ്സ് ഒന്നും ക്ലോസ് ആയി കാണില്ല, ഡിമാൻഡിൽ കണ്ടപോലെ തന്നെ ഈ സെല്ലുകളൊക്കെ ഈ പോയിന്റ് ഓഫ് ടൈം എനിക്ക് പ്രോഫിറ്റിലായിരിക്കും. അതേസമയം ഞാൻ എടുത്ത ബൈ ഓർഡേഴ്സ് എന്തായിരിക്കും, ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റെ ബൈ ഓർഡേഴ്സ് എല്ലാം നഷ്ടത്തിലായിരുന്നു ഇപ്പോ അല്ലേ. കാരണം നമ്മൾ ഈ ബൈ ഓർഡേഴ്സ് എടുത്ത കാര്യമേ നമുക്കറിയാം ഹയർ പ്രൈസിൽ നിൽക്കാനാണ്. പക്ഷേ ഈ ഓർഡേഴ്സ് ഒക്കെ ഇപ്പം നഷ്ടത്തിലായിരിക്കും, എനിക്ക് ക്ലോസ് ചെയ്യാനുള്ള സമയം കിട്ടിക്കാണത്തില്ല. കാരണം വളരെ പെട്ടെന്നായിരിക്കും ഓർഡേഴ്സ് ഫിൽ ആവുക സപ്ലൈ ഡിമാൻഡിലും ലിക്വിഡിറ്റി വരുമ്പോൾ. ഓക്കെ, ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ബൾക്ക് ഓഫ് ഓർഡേഴ്സ് ഫില്ല് ചെയ്യുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും പഠിക്കാം. ഈ വാക്കൊന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട. എനിവേസ്, സോ ഇനി എന്ത് പറ്റണം, നമുക്ക് ഓൾറെഡി ഈ സെല്ലിൽ ഞാൻ ലാഭം ഉണ്ടാക്കിയെങ്കിലും ഈ ബൈ ഓർഡേഴ്സ് ഒക്കെ എൻ്റെ നഷ്ടത്തിലാണ്. അപ്പൊ എനിക്ക് ആ നഷ്ടം നികത്തണം. എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും മാർക്കറ്റ് മേക്കറായ ഞാൻ വീണ്ടും മാർക്കറ്റിൽ മേടിക്കേണ്ടി വരും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ മേടിക്കുന്ന എന്തിനാണ്, നേരത്തെ ഉണ്ടായ എൻ്റെ ബൈയിലെ നഷ്ടങ്ങൾ നികത്താൻ അല്ലെ. ഇതിനെ വീണ്ടും നമ്മൾ എന്ത് തന്നെ പറയും, സെയിം മിറ്റിഗേഷൻ, നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഡിഫറൻസ് എന്താണ് ഇവിടെ, സപ്ലൈ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാനുള്ളത് ബൈ ഓർഡേഴ്സ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലെ, ഇവിടെ കിടക്കുന്ന ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ കിടക്കുന്ന ഓർഡേഴ്സ് ബൈ ഓർഡേഴ്സ് ആണ്. നേരെ തിരിച്ച് ഡിമാൻഡിൽ എന്തായിരുന്നു, സെൽ ഓർഡേഴ്സ് ആയിരുന്നു. സോ ഇതാണ് സപ്ലൈ ഡിമാൻഡിന്റെ ലോജിക്ക്. നമുക്ക് കുറഞ്ഞ കാശിന് തന്നെ മേടിക്കണം, അത് നമുക്ക് സെല്ല് എടുക്കേണ്ടി വരും, മേടിക്കേണ്ടി വരും, ആ സെല്ലിന്റെ നഷ്ടം നികത്തേണ്ടി വരും. ഈ പ്രോസസ്സാണ് ഡിമാൻഡിൽ നടക്കുക. അതേസമയം നമുക്ക് വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കൂടിയ കാശിന് വിൽക്കണം. അപ്പൊ നമുക്ക് ബൈ എടുക്കേണ്ടി വരും, എന്നിട്ട് നമ്മൾ സെല്ല് എടുക്കും, ആ ബൈയിലെ നഷ്ടങ്ങൾ നമുക്ക് നികത്തേണ്ടി വരും. ഈ പ്രോസസ്സാണ് സപ്ലൈയും ഡിമാൻഡിന്റെയും പിറക്കെ ഉള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിത് കണ്ടിട്ട് ഒന്നുകൂടെ നോക്കുക.
നമുക്കിനി എന്ത് ചെയ്യാം, ഇത് ചാർട്ടിൽ എങ്ങനെയാണ് കാണുന്നത്, എന്താണ് ഇതിന്റെ പിന്നാലുള്ള ലോജിക്ക് ചാർട്ടിൽ നമുക്ക് നോക്കാം. ഓക്കെ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.